ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾക്ക് ഇത്രയും ടേസ്റ്റിൽ വേറൊരു ബട്ടർ ചിക്കൻ കിട്ടില്ല, റെസ്റ്റോറൻറ്റിൽ പോലും കിട്ടില്ല. അടിപൊളിയാണ് അത്രയും. ആദ്യം നമ്മൾ ചിക്കന് എടുക്കുക, 1 കിലോ ചിക്കൻ എടുക്കുക. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 നാരങ്ങൻ്റെ നീര്, 2 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പിട്ടിട്ട് നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കുക. അതിന് ശേഷം ചിക്കന് പൊരിച്ചെടുക്കുക. ചിക്കൻ പൊരിക്കുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കന് പൊരിച്ചെടുക്കുക. അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നൊരു പുകയ്ക്കുന്നത് നല്ലതാണ്. ടേസ്റ്റ് ഒന്നും കൂടി കൂടും. എന്നിട്ട് ആ ഓയിലിലേക്ക് തന്നെ ഈ പൊരിച്ച ചിക്കൻ മാറ്റിക്കണം. ആ ഓയിലിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഉള്ളി ഇടാം. അതിലേക്ക് 4-5 ഏലക്കായും പിന്നെ ജാതിപ്പത്തിരി ഇല്ലേ, അതൊരു കഷ്ണം, 1 പീസോ, ഒരു 3/4 പീസ് ഇട്ടോളി. 1 ജാതിക്കൻ്റെ 3/4 ഭാഗം ജാതിക്ക പൂവ് കേട്ടോ. എന്നിട്ട് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 4 തക്കാളി, നല്ല വലിയ 4 തക്കാളി ഇടാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് ചതക്കിയിടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാണെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ അതിലേക്ക് 18-20 അണ്ടി ഇടാം. പിന്നെ മല്ലിയില ഇടാം. പിന്നെ അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. ഉപ്പിട്ടിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്ത് കഴിഞ്ഞാണെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ആ ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സി ഇട്ടും ഒന്ന് ചെറുങ്ങനെ ഗ്രേവി വേണമെങ്കിൽ മാത്രം മിക്സി ഇതാക്കിയത്, അല്ലെങ്കിൽ നല്ല കട്ടിയിൽ ആവണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ അതിലേക്ക് മിക്സി വെള്ളം ഒഴിക്കുക. ഗ്രേവി വേണ്ടിയതിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സി ചെറുങ്ങനെ ഒന്ന് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഈ പുകയിച്ച ചിക്കനില്ലേ പൊരിച്ച, അത് അതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് നല്ല തിള വന്ന് കഴിഞ്ഞാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടാവില്ലേ, ചിക്കൻ്റെ മാഗ്നേറ്റ് ചെയ്തതിൻ്റെ വെള്ളം, അതും അതിലേക്ക് ഒഴിക്കുക. മസാലക്കൂട്ടില്ലേ, അതാണ് കേട്ടോ, അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഫ്രഷ് ക്രീം കുറച്ച് ഒഴിക്കുക. പിന്നെ മല്ലിയില ഇടുക. പിന്നെ അതിന് ശേഷം കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടിടുക. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇടാം. അപ്പോൾ ഒന്ന് ഇളക്കി നന്നായി യോജിച്ചതിൻ്റെ ശേഷം വീണ്ടും 1 കഷ്ണം ബട്ടറും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ഇട്ടിട്ട് മൂടി വെക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കും എന്നുള്ളത് ഷുവറാണ്. ട്രൈ ചെയ്യുക.